BJP അനൗൺസ്മെന്റ് വാഹനങ്ങൾ അനധികൃതമായി പോലീസ് പിടിച്ചെടുത്തതിൽ പ്രതിഷേധം. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ BJP പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJPയുടെ പ്രചരണ വാഹനങ്ങൾ പോലീസ് അനധികൃതമായി പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിനെതിരെ BJP പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അല്പസമയങ്ങൾക്ക് മുമ്പാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ BJP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. BJPയുടെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്, തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. ആ മണ്ഡലത്തിലെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ, 7ഓളം അനൗൺസ്മെന്റ് വാഹനങ്ങൾ വട്ടിയൂർക്കാവ് പോലീസ് CAയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തുവെന്നാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയാണ് അവിടെ മത്സരിക്കുന്നത്. ശക്തമായ പ്രചരണ പരിപാടികൾ തന്നെയാണ് മണ്ഡലത്തിലുടനീളാൻ കഴിയുന്നത്. പക്ഷേ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ, ഇടത് സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അനൗൺസ്മെന്റ് വാഹനങ്ങൾ, BJPയുടെ വാഹനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ CAയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി വനിതാ പ്രവർത്തകരടക്കം ഇവിടെയുണ്ട്. അവർ അടക്കം റോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ്, സ്റ്റേഷന് മുന്നിലെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനോദ്, നിരവധി പ്രവർത്തകരുണ്ട്. BJPയുടെ വാഹനങ്ങൾ മാത്രം തിരഞ്ഞു പിടിക്കുന്നു. BJPയുടെ വാഹനങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച് അതിൻ്റെ പെർമിഷൻ ക്യാൻസൽ ചെയ്യുക, റോഡിലിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, പോസ്റ്ററുകൾ വ്യാപകമായിട്ട് നശിപ്പിക്കുക, പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. ഇതെവിടത്തെ രീതിയാണ്? ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണം. പ്രശാന്തിന് തോൽക്കാൻ പേടിയാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു തന്നാൽ പോരെ. അല്ലാതെ മറ്റുള്ള പ്രവർത്തകരെ പിടിച്ച് വീടുകളിൽ കയറാൻ സമ്മതിക്കാതെ റോഡിലിട്ട് അടിക്കുക, ഇതൊക്കെ എവിടത്തെ രീതിയാണ്? സ്റ്റേഷനിൽ നിൽക്കുന്ന മുഴുവൻ പലരെയും പുതിയതായിട്ട് സ്റ്റേഷനിലേക്ക് മാറ്റി നിയമിക്കുകയാണ്. CPMന്റെ ഗുണ്ടകളെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിയമിക്കുന്ന ഒരു രീതി. ഇതൊക്കെ എങ്ങനെയാണ്, നമ്മളെങ്ങനെ ഈ ഒരു ഇലക്ഷനെ എങ്ങനെയാണ് നേരിടുന്നത്? BJPയുടെ വളർച്ച, BJPയുടെ വിജയ സാധ്യതയെ ഭയക്കുന്നതിന്റെ തീർച്ചയായിട്ടും പേടിച്ചിട്ട് തന്നെയാണ്. ഇതിന്റെ അടുത്ത 3ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അകപ്പാട് 6 ദിവസമേ ഉള്ളൂ. 6 ദിവസത്തിൽ എങ്ങനെയെങ്കിലും ഈ തോൽവിയെ നേരിടാനുള്ള ഭയം കൊണ്ട് കാണിക്കുന്ന അതിക്രമം തന്നെയാണ്. ഞങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ ഇത് തെരുവിൽ നേരിടും. പ്രതിഷേധം ആരംഭിച്ച് നിമിഷങ്ങൾ കഴിയുകയാണ്. ഈ പ്രചരണ വാഹനത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്ത്? ഇല്ല, ഏകദേശം 2 മണിക്കൂറോളമായി ഈ ഉപരോധം തുടങ്ങിയിട്ട്. ഇതുവരെ പ്രത്യേകിച്ച് ഒരു തീരുമാനമായിട്ടില്ല. സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര വാഹനങ്ങളാണ് തടഞ്ഞത്? ഇപ്പൊ ഏകദേശം 6-7ഓളം വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അനൗൺസ്മെന്റിന്റെ പെർമിഷൻ കിട്ടിയ വാഹനങ്ങൾ പോലും നമുക്ക് റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഒരു കൊടിതോരണം കെട്ടാൻ സമ്മതിക്കുന്നില്ല. സ്ഥാനാർത്ഥി പര്യടനം ദിവസവും വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കും. ആ പര്യടനത്തിന് തലേ ദിവസം തന്നെ നമ്മൾ അലങ്കരിച്ച് വെക്കുന്നതെല്ലാം നേരം വെളുക്കുമ്പോൾ തന്നെ ഡിഫേസ്മെന്റ് വാഹനങ്ങൾ വന്നിട്ട് അത് അവർ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അതോ ആ നമ്പർ വെച്ച് വേറെ വല്ലവരും വരുന്നോന്നൊന്നും അറിയില്ല. ഇന്ന് ആറോയ്ക്ക് 4ഓളം പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പ്രത്യേകിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇതല്ലാതെ വേറെ മാർഗം ഞങ്ങൾക്കില്ല. തീർച്ചയായും BJPയുടെ വാഹനങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് തടയുന്നു എന്നാണ് പ്രവർത്തകരടക്കം പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവരാണ് 2 മണിക്കൂർ നേരമായി ഒരു പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പ്രവർത്തകർ പറയുന്നത്. വനിതകൾ അടക്കമുള്ളവർ ഉണ്ട്. കാരണം നമുക്കറിയാം, വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം R ശ്രീലേഖയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ശക്തമായി തന്നെ പ്രചരണം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പ്രതിഷേധം ശക്തമായി പോയി വാഹനം കിട്ടുന്നത് വരെ, അതുപോലെ തന്നെ അനുമതി കിട്ടിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നടക്കം അനുമതി കിട്ടിയ വാഹനങ്ങൾ ഇത്തരത്തിൽ പ്രചരണത്തിന് ഇറക്കാൻ അനുവദിക്കുന്നില്ല. വട്ടിയൂർക്കാവ് പോലീസിലെ CAയുടെ നേതൃത്വത്തിൽ നടക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് BJP പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇനിയൊരു 6 ദിവസം മാത്രമേ ഉള്ളൂ കേരളം ഈ ഒരു ജനവിധി എഴുതാൻ. ആ ഒരു സമയത്ത് തന്നെയാണ് ശക്തമായൊരു പ്രതിഷേധം കൂടി നടക്കുന്നത് എന്നുള്ളതാണ്. വനിതകളും പുരുഷന്മാരും അടക്കമുള്ളവരുണ്ട്. BJPയുടെ വാഹനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ പോലീസിന്റെ ഒരു നടപടി? BJPയുടെ പ്രവർത്തകരോട് മാത്രം ശത്രുതാ മനോഭാവമുള്ള ഒരു സമീപനമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകരെ വർദ്ധിച്ചതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. കാര്യം സമാധാനപരമായി പറഞ്ഞു തീർക്കേണ്ട കാര്യം പോലീസ് ഞങ്ങളുടെ കൂടുതലും പ്രക്ഷോഭം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് കൊണ്ടെത്തിക്കുകയായിരുന്നു. സമാധാനമായി പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു രീതി സമീപിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമാധാനപരമായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് പരിപാടികളല്ലേ? സമാധാനപരമായി ഞങ്ങൾക്ക് മാത്രം, BJPയുടെ പ്രവർത്തകർക്ക് മാത്രം ഒരു പ്രത്യേക റൂൾ എന്നുള്ള രീതിയിൽ പോലീസ് പെരുമാറിയതാണ് ഈ ഒരു പ്രകോപനം ഉണ്ടാവാൻ കാരണം. അതിൽ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതാണ് ഞങ്ങളെ
ഈ ഒരു സമരത്തിന് ഇവിടെ എത്തിച്ചത്. ഇക്കാര്യം സിയോട് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? സിയോട് സംസാരിക്കുമ്പോൾ അവരെ അനുകൂലമായ ഒരു പ്രതികരണമായിരുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലും ഈ പ്രവർത്തകർക്ക് കൂടുതലും മർദ്ദനമേറ്റതും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പ്രശ്നത്തെ കൊണ്ടെത്തിച്ചത്. പോലീസ് ഒരു അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല. വ്യക്തമാണ്. തീർച്ചയായും പ്രവർത്തകർ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ വിട്ടുതരുന്നതിൽ ഒപ്പം തന്നെ സമാധാന രീതിയിലുള്ള നടപടി ഉണ്ടാകുന്നത് വരെ ഇവിടെ തുടരാനാണ് അവരുടെ തീരുമാനം. വിനോദ്, വളരെ വ്യക്തമാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് പോലീസ് അനധികൃതമായി BJPയുടെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത്. മുൻ DGP R ശ്രീലേഖയാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.